സർക്കാരിനേറെ ആശ്വാസം എന്ന് മാത്രമല്ല ഇത് സദ്ഭരണമാണെന്ന് കൂടി ഹൈക്കോടതി സർട്ടിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ വിശദമായ വാദം കേട്ടിട്ട് പറയുന്നു ഒരു കുഴപ്പമില്ല, നല്ല ഭരണമാണെന്നാ പറയുന്നത്. നല്ല ഭരണമാണെന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ, അത് കോടതിയല്ലോ തീരുമാനിക്കുന്നത്. സർക്കാരിനെതിരെ കോടതിയിൽ പോയി സർക്കാരിന് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റും കൂടെ വാങ്ങിച്ചിരിക്കുന്നു ഹർജിക്കാരൻ, അനുകൂലമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്. ഇത് സദ്ഭരണമാണെന്ന് ഹൈക്കോടതി അതിന്റെ ലക്ഷണമാണ്, അതിന്റെ ഭാഗമാണ് ഈ ഡാറ്റ ചോർച്ചാ വിവാദവുമായിട്ട് വരുമ്പോൾ അതിൽ DA സന്ദേശം അയച്ചതെന്ന് കൂടി ഹൈക്കോടതി പറയുന്നു. ഡാറ്റ എന്ന് പറയുന്നത് വിലപ്പെട്ട സ്വത്താണ്. അത് അറിയാത്തവരാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നത്? CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും പങ്കുണ്ട്. രണ്ടു പ്രധാനപ്പെട്ട വിഷയങ്ങളിലും പ്രതിപക്ഷത്തിന് തിരിച്ചടി നേരിടുകയാണ്. ഒന്ന്, നവകേരള സർവേയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് സർക്കാരിന് അനുകൂലമായിട്ട് വിധി വരുന്നു. അതും ഭരണനിർവഹണത്തിന്റെ ഭാഗമാണ്. ക്ഷേമരാഷ്ട്രത്തെ പടുത്തുയർത്താൻ ഇത്തരം ഫീഡ്ബാക്ക് എടുക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ച് സുപ്രീം കോടതി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യുന്നു. സർക്കാരിന് നവകേരള സർവേയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആശ്വാസം. അതിന് തൊട്ടു പിന്നാലെ ഈ DA സന്ദേശം ഡാറ്റ ചോർച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷത്തിന്റെ നിലപാടിനുമേറ്റ കനത്ത പ്രഹരം എന്ന നിലയിൽ കൂടി പറഞ്ഞുകൂടെ? കാരണം ഇതിൽ രണ്ടിടത്തും പറയുന്നത് മികച്ച ഭരണനിർവഹണത്തിന്റെ ഭാഗമാണ് എന്നാണ്. അതായത് കേസിന് പോയി ഹൈക്കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അങ്ങനെ തന്നെയാണ്. അതായത് ഒരുപക്ഷെ പ്രതിപക്ഷം ഇത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തില്ലായിരുന്നുവെങ്കിൽ പ്രതിപക്ഷത്തിന് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഈ സ്പാർക്ക് DA സന്ദേശ വിവാദത്തിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പ്രതിപക്ഷം വളരെ വലിയ രാഷ്ട്രീയ ആയുധമാക്കി സ്വകാര്യതയുടെ ലംഘനമടക്കം ആരോപിച്ചു. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തി. അത്തരം ഒരു ആക്ഷേപം കോടതിയുടെ മുന്നിൽ വരുമ്പോഴാണ് സിംഗിൾ ബെഞ്ച് അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകുന്നത്. അത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വളരെ വലിയ തിരിച്ചടിയാണ്.